ഓർത്തഡോക്സ് സഭ കൊട്ടാരക്കര ഭദ്രാസനത്തിലെ വൈദിക പ്രതിനിധിക്ക് കമ്പം ലീലാവിലാസങ്ങളോടാണ്. വികാരിയായിരിക്കുന്ന പള്ളികളിലെല്ലാം വികാരഭരിതനാകും. സന്ധ്യാനേരങ്ങളിൽ സമയം പോക്കുന്നത് വീട്ടിലേക്കുള്ള യാത്രയിൽ വഴിയരികിൽ കാർ ഒതുക്കിയിട്ട് ഗ്ലാസും പൊക്കിയിട്ട് ഇടവക കുഞ്ഞാടുകളെ ലൈവായി കൂതാശ കൊടുക്കുന്ന പണിയാണ്. കൊട്ടാരക്കര തിരുവനന്തപുരം റൂട്ടിൽ ആളൊഴിഞ്ഞ ഭാഗത്ത് ഇതൊരു പതിവായപ്പോൾ ഹൈവേ പോലീസ് ശ്രദ്ധിക്കാൻ തുടങ്ങി. ഒരു ദിവസം സംശയം കൊണ്ട് പോലീസ് കാറിന്റെ ഗ്ലാസിൽ തട്ടി വിളിച്ചു. ഉള്ളിലിരുന്ന വൈദികൻ പറഞ്ഞു, മൊബൈലിൽ സംസാരിച്ചുകൊണ്ട് കാർ ഓടിക്കുന്നത് കുറ്റകരമായതിനാൽ ഒതുക്കിയിട്ട് സംസാരിക്കുകയാണെന്ന്. കാര്യം ശരിയാ, ഈ വൈദികൻ പറഞ്ഞത് നിയമമാ. അത് കേട്ട പോലീസ് മാറി നിന്ന് പരിസരം വീക്ഷിച്ചു. മാത്രമല്ല, കാർ പോകുന്നതുവരെ അവരുടെ നിരീക്ഷണത്തിലുമായിരുന്നു. പിന്നീട് ഒരിക്കലും ആ നിയമം കയ്യിലെടുക്കാൻ വൈദികൻ തയ്യാറായില്ല. ആ ഏരിയയിൽ കണ്ടിട്ടില്ല. കഴിഞ്ഞ കൂടാര പെരുന്നാളിന്റെ സമയത്ത് കൂടാരത്തിൽ കുഞ്ഞാടിനെ കൊണ്ടുവന്നിട്ട് കാറിൽ കമത്തിക്കിടത്തി തിരിച്ചു കൊണ്ടുപോയ സംഭവം ഭദ്രാസനത്തിലെ ചില അൽമായ പ്രമുഖരും മറ്റൊരു വൈദികനും കൈയോടെ പൊക്കിയത് ഒതുക്കി തീർത്തിരുന്നു. നേരത്തെ വികാരിയായിരുന്ന പള്ളിയിലെ കുഞ്ഞാടായിരുന്നു അത്. മൊത്തം ഊറ്റും നടത്തിയ കുഞ്ഞാടിന് വികാരി തന്നെ കൂതാശ കൊടുക്കണം. അപ്പോൾ ആ കുഞ്ഞാടിന്റെ വീട്ടിൽ ഏത് സമയത്തും പോകാനുള്ള ലൈസൻസിനുള്ള ശ്രമമാണെന്ന ഇടവകക്കാർ തന്നെ പൂച്ചം പറയുന്നത്. വികാരിയുടെ മകളെ കുഞ്ഞാടിന്റെ മകൻ കെട്ടിയാൽ പിന്നെ ആരും ഒന്നും പറയാൻ ഒക്കില്ലല്ലോ. ഭയങ്കര ബുദ്ധിയാ വികാരിക്കും കുഞ്ഞാടിനും. മാർ അപ്രേമിന്റെ വികാരിയായിരുന്നപ്പോഴും അവിടത്തെ കുഞ്ഞാടിനും കൂതാശ കൊടുക്കുമായിരുന്നു. അത് നാട്ടിലൊക്കെ പാട്ടായപ്പോൾ ഓടി രക്ഷപ്പെട്ടു. പിന്നീട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇപ്പോൾ തട്ടിന്റെ മുകളിലിരുന്ന് പാട്ട കൊടുക്കുന്ന വികാരിക്ക് പണ്ടത്തെ അത്ര ഉശിര് പോരാഞ്ഞതിനായിരിക്കണം കുഞ്ഞാടുകൾ അടുത്തുകൂടാത്തത്. പാവം വികാരി വല വിരിച്ചിട്ടുണ്ട്. പലരും കൊത്താനൊരുങ്ങി നടക്കുവാണെന്നാണ് ആ ഇടവകയിലെ തന്നെ ആളുകൾ പറയുന്നത്. വിശുദ്ധ കൂതാശയ്ക്ക് പ്രിയം കൂടുതലായതിനാൽ നോക്കിയും കണ്ടും മാത്രമേ നിൽക്കൂ. എന്താണെന്നറിയില്ല, ഈ അടുത്ത സമയത്തൊന്നും പൊതുപരിപാടിക്ക് കാണുന്നില്ല. നേരത്തെ ഭദ്രാസന തലത്തിലുള്ള പരിപാടിക്കൊക്കെ മുൻപന്തിയിലുണ്ടായിരുന്നു. ഇപ്പോൾ കാണുന്നേയില്ല. കഴിഞ്ഞയാഴ്ച നടന്ന ഭദ്രാസന വൈദിക യോഗത്തിലാണ് വളരെ നാളുകൾക്ക് ശേഷം കണ്ടത്. പക്ഷെ വലുതായി ആരും മൈൻഡ് ചെയ്തില്ല. പ്രവൃത്തി ഇതല്ലേ, പിന്നെ എങ്ങനെ മറ്റു വൈദികർ മൈൻഡ് ചെയ്യും? മാതൃഭദ്രാസനത്തിൽ നിന്ന് കുറ്റിയും പറിച്ച് ഇവിടെ വന്ന് വൈദികരുടെ നേതാവായതാ. പക്ഷേ കയ്യിലിരിപ്പ് ഇതാണെന്ന് മറ്റു പാവം വൈദികർ അറിഞ്ഞില്ല. വലിയ ആദർശമൊക്കെ പറയും, ആളിനൊത്ത മനസ്സ് വളർന്നിട്ടില്ലെന്ന് മാത്രം. ഏതായാലും സംഗതി ഇത്രയുമൊക്കെ ആയ സ്ഥിതിക്ക് ഭദ്രാസന നേതൃത്വം ബന്ധപ്പെട്ട് താക്കീത് കൊടുത്തില്ലെങ്കിൽ പ്രശ്നം വഷളാകും. ഒന്നല്ല, പല കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഭദ്രാസനത്തിന് നാണക്കേടുണ്ടാകും.